അതിലേറെ സന്തോഷം തോന്നുന്ന കാര്യം നമ്മുടെ പാവത്തി തിരുനാളിന്റെ പുണ്യാളന്റെ പാട്ടാണ് നമുക്ക് വേണ്ടി പ്ലേ ചെയ്തു എന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞു കൊടുക്കല്ലേ? എനിക്കൊന്ന് പലർക്കും ഇപ്പോഴും വെടിക്കെട്ടൊക്കെ ഒരു ആരവത്തിൽ നിൽക്കുകയാണ് അല്ലെ. അവരിൽ ആഘോഷിക്കാൻ എത്രത്തോളം കൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ വെടിക്കെട്ടൊക്കെ ലഹരി എന്നുള്ളത് നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി വലിയൊരു ആഘോഷത്തിന്റെ തിരുനാളിന്റെ ആഘോഷത്തിന്റെ തുടക്കം ഇവിടെ കൊടുക്കുകയാണ് ഇതേ കൂട്ടി. കാരണം ഏതാണ്ട് 1.5 നൂറ്റാണ്ടിലേറെയായി നമ്മുടെ പാവട്ടി തിരുനാളിന്റെ എത്രത്തോളം അതിന് പ്രാധാന്യം ആവേശവും ഒക്കെയുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പോയ വർഷം 6 വർഷത്തെ തുടർച്ചയായിട്ട് പാപ്പ ഫ്രെയിംസ് പാവട്ടി തിരുനാളിന്റെ ആവേശത്തിന്റെ അത്രത്തോളം വിചിലമായിട്ട് ഓരോ തിരുനാൾ പ്രമോമായിട്ട് വരാറുണ്ട്. എപ്പോഴും മാർച്ച് 19 പാവട്ടി വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളാണ് എന്നതിനൊപ്പം തന്നെ പോയൊരു 6 വർഷമായിട്ട് മാർച്ച് 19 പാവട്ടിക മധ്യസ്ഥ തിരുനാളിന്റെ വലിയ തിരുനാളിന്റെ ആഘോഷം തുടങ്ങുന്ന തിരുനാൾ പ്രൊമോ കൂടി ഈ ദിവസമാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലെ. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ തുടർച്ചയായി 6ാം വർഷവും പാവട്ടി തിരുനാളിന്റെ എല്ലാ ആവേശവും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി, തിരുനാൾ പ്രേമികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പാപ്പ ഫ്രെയിംസ് ഒരിക്കൽ കൂടി എത്തുകയാണ് ഇതേ വേദിയിൽ ആവേശാഘോഷത്തിൽ തുടർന്ന്. തിരുനാൾ പ്രൊമോയ്ക്ക് വെയിറ്റിംഗ് ആണോ? ഒരു റെസ്പോൺസ് ഒന്നും തന്നെ ഒരു കൈയടിയിലൂടെയും ശബ്ദത്തോടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഈ പെരുന്നാളിന് വെയിറ്റ് ചെയ്യണം നമുക്ക് അറിയാൻ പറ്റും അല്ലേ. കാരണം ഓരോ തിരുനാൾ കഴിയും തോറും അടുത്തൊരു ആഘോഷത്തിന് തിരുനാളിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിനെ ഇന്ന് ഇവിടെ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുസന്നിധിയിൽ വെച്ചിട്ട് വിരാമമാവുകയാണ്. കാരണം എപ്പോഴും ഔസേപ്പിതാവിന്റെ മരണ തിരുനാൾ നമുക്ക് തിരുമാഘോഷമൊത്തിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരുനാളിലുള്ള ഒരു ഒരുക്കം കൂടിയാണ്. പാപ്പ ഫ്രെയിംസ് ഇവിടെ വേദി എത്തുകയാണ്. ഞാൻ തീർച്ചയായിട്ടും ഓരോ വർഷവും തിരുനാൾ പ്രമോയായിട്ട് എത്തുമ്പോൾ എത്രത്തോളം കാത്തിരിപ്പ് ഉണ്ടാവുന്നതിന് പറ്റുന്നത് കൊണ്ട് കൂടിയല്ല, അത്രയും വ്യത്യസ്തമായ ആവേശങ്ങളോടും തീർച്ചയായിട്ടും വിസ്മയപരമായിട്ടുള്ള ഓരോ തിരുനാൾ പ്രമോ നമ്മൾ ഓരോ വർഷവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വർഷത്തെ പുതുമ എന്ന ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാവും. അതിന് ഉത്തരം കൂടിയാണ് ഇന്ന് ഇതേ വേദിയിൽ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ തിരുനാളിന്റെ പ്രസിദ്ധി മലയാളക്കരയിൽ മാത്രമല്ല അല്ലെ, ദക്ഷിണേന്ത്യയിൽ തന്നെ ചരിത്ര പ്രസിദ്ധമായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഏറ്റവും വലിയ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഈ വർഷത്തെ ഒരു ആഘോഷ ആവേശത്തിന് കൂടി തുടക്കം കുറിക്കുന്നത് ഇന്ന് തിരുനാൾ പ്രമോ മലയാളത്തിൽ മാത്രമല്ല, അതിലേക്ക് അപ്പുറത്തേക്ക് ഭാഷാപരിമിതിയില്ലാതെ ദേശാന്തരങ്ങൾക്കപ്പുറം ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ പെരുന്നാളിന്റെ തിരുനാൾ പ്രമോയും മറ്റു ഭാഷകളിൽ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ കാണാൻ പോകുന്ന ഗുണം തിരിച്ച് പറഞ്ഞു അറിയിക്കേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ആവേശത്തിലേക്ക് ഈ ഒരു ആഘോഷ രാവിലേക്ക് ഏറ്റവും സ്നേഹപ്പെടുന്നവരുടെയും സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും പാവട്ടിലെ പരിസര പ്രദേശങ്ങളിലെ ചലച്ചിത്ര മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കലാകാരന്മാരുടെ കൂട്ടായ്മയായ പാപ്പ ഫ്രെയിംസ് രൂപപ്പെട്ട് ഏകദേശം 6 വർഷം പിന്നിടുകയാണ്. ഓരോ വർഷവും തിരുനാൾ പ്രൊമോയാണെങ്കിലും പാട്ടുകളാണെങ്കിലും മറ്റു പ്രൊജക്ടുകളുമായിട്ട് നേട്ടത്തിന്റെ വർഷമാണ് എപ്പോഴും പാപ്പ ഫ്രെയിംസിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനുണ്ടായിരുന്നത്. കാരണം ഓരോ വർഷവും കലാപരമായിട്ടുള്ള കലാകാരന്മാരെ ചേർത്തെടുക്കിക്കൊണ്ട് ഏറ്റവും വളക്കൂറുള്ള മണ്ണായി പാവട്ടി മാറ്റെടുക്കുക, അതിനൊപ്പം തന്നെ ഇത്തരം പ്രൊജക്ടുകളിലൂടെ ഒക്കെ കലാകാരന്മാരെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്ക് മുമ്പിൽ വ്യത്യസ്തമായ ഒരു പ്രൊജക്ടുകളുമായിട്ടും പാപ്പ ഫ്രെയിംസ് എത്താറുണ്ട്. പക്ഷെ ഓരോ വർഷവും നേട്ടത്തിന്റെ കഥ പറയുന്ന പാപ്പ ഫ്രെയിംസിനെ പോയ വർഷം നഷ്ടങ്ങളേത് കൂടിയായിരുന്നു എന്നുള്ളതാണ്. അത് മറ്റൊന്നും കൂടിയല്ല, ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായിട്ടുള്ള പാപ്പ ഫ്രെയിംസ് തുടങ്ങി വെക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുറേ പേരുണ്ട്. അതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നവരുണ്ട്, ഇടയ്ക്ക് ഞങ്ങൾ വിട്ടുപോയവരുണ്ട്, പുതിയതായി ചേർന്ന് വരുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്ര ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരൻ പോയ വർഷം പോയി എന്നുള്ളതാണ്. കാരണം എത്രത്തോളം പാപ്പ ഫ്രെയിംസ് തുടങ്ങി വെച്ചൊരു ആശയത്തിനെ എപ്പോഴും അതിന് മുന്നിട്ട് നിന്ന് നയിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ ടോണി സൈമൺ. ഇന്ന് ഈ ദിവസം പാപ്പ ഫ്രെയിംസിന് എന്തൊരു ആഘോഷം ഉണ്ടെങ്കിൽ പോലും ഇതേ വേദിയിൽ ടോണി ചേട്ടൻ ഇല്ലാതെ ഞങ്ങൾക്കൊരു പൂർണ്ണതയില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്കിന്ന് പറയാൻ പറ്റും, ഇന്ന് ആരൊക്കെ എവിടെയൊക്കെ ആയിരുന്നാലും ടോണി ചേട്ടൻ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഈ ഒരു പ്രകാശനത്തിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസം, വലിയ പ്രാർത്ഥനകൾക്കൊപ്പം ചേരുകയാണ്. ഒന്നിച്ചു നടന്ന എത്രയോ പെരുന്നാൾ കാലങ്ങളുടെ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകളോടെ ടീം പാപ്പ ഫ്രെയിംസ്. തീർച്ചയായിട്ടും ചേട്ടാ ഇന്ന് ഇനി ഇതേ വേദിയിൽ
നമ്മൾ കാത്തിരിക്കുന്ന വിസ്മയങ്ങളുടെ ഒരു ജാലകം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എത്രത്തോളം പാവട്ടി പെരുന്നാളിന്റെ ചരിത്ര പ്രസിദ്ധിയുണ്ടോ, എത്രത്തോളം പ്രാധാന്യമുണ്ടോ എന്നുള്ളത് പെരുന്നാൾ പ്രൊമോയ്ക്ക് കൂടിയും അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പാപ്പ ഫ്രെയിംസ് അണിയിച്ചെടുക്കാറുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു കൗതുകത്തിന്, ആ ഒരു ആകാംക്ഷയ്ക്ക് കൂടി ഇന്ന് ഇവിടെ എഴുതുറക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുന്ന കർത്തവ്യത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ ചലച്ചിത്ര മാധ്യമ പ്രവർത്തന കൂട്ടായ്മ എന്നൊരു പാപ്പ ഫ്രെയിംസ് എന്നൊരു ആശയം തുടങ്ങി വെക്കുമ്പോൾ ഇന്നാട്ടിലെ സിനിമയെ സ്നേഹിക്കുന്ന, സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് പറയാതെ നമുക്കത് പൂർണ്ണമാവാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇതിനോടകം തന്നെ നാടകങ്ങളിലൂടെയും ഒട്ടനവധി സിനിമകളിലൂടെയും ഒക്കെ മികച്ച വേഷങ്ങളുടെ പാവട്ടയുടെ അഭിമാനമായ നിങ്ങളുടെ പാപ്പ ഫ്രെയിംസിന്റെ സ്വകാര്യ അഹങ്കാരം സ്വാഗതം. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായ ഈ വേദിയിൽ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ സാഘോഷം കൊണ്ടാടുന്ന ഈ ധന്യവേദി, അതുപോലെ തന്നെ അത്രയേറെ ആകാംക്ഷയോടെ പാവറട്ടി ഇടവകക്കാരും ഈ നാടും കാത്തിരിക്കുന്ന പ്രമോ വീഡിയോയുടെ ധന്യമായ പ്രകാശന ചടങ്ങിന് ഈ വേദിയിലേക്ക് എത്തുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനാണ് ഞാനിവിടെ നിൽക്കുന്നത്. പാപ്പ ഫ്രെയിംസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ ഇടവകയുടെ മണ്ണിൽ, വിശുദ്ധന്റെ പുണ്യഭൂമിയിൽ ഒട്ടനവധി കലാകാരന്മാരെ കോർത്ത് കെട്ടിക്കൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിൽ പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പേരും പെരുമയും വിളിച്ചറിയിച്ചുകൊണ്ടുള്ള 6 വർഷക്കാലം തുടർച്ചയായി അതിന് നേതൃത്വം നൽകുന്ന ജെബിൻ ജോസഫിന്റെ നേതൃത്വത്തിൽ പാപ്പ ഫ്രെയിംസിന്റെ ചുണക്കുട്ടികൾ വീണ്ടും ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പുതുമയാർന്ന പ്രമോ വീഡിയോ വിശുദ്ധിന് വേണ്ടി, നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ ധന്യവേദിയെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി ഇതിന്റെ കൺവീനറും പാപ്പ ഫ്രെയിംസിന്റെ ഞങ്ങളുടെ എല്ലാമായ പ്രോഗ്രാം കൺവീനർ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സേവിയർ കുറ്റിക്കാടിനെ നിറഞ്ഞ മനസ്സോടെ, സ്നേഹാദരവോടെ, നിങ്ങളുടെയൊക്കെ പേരിൽ, പാപ്പ ഫ്രെയിംസിന്റെ പേരിൽ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമുക്കേറെ പ്രിയങ്കരനായ, വളരെ ചുരുങ്ങിയ നാളുകളിൽ നമ്മയൊക്കെ സ്നേഹത്തോടെ ഒത്തൊരുമയോടുകൂടെ ഒരു ഇടവക വികാരി എങ്ങനെയാകണമെന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ കാണിച്ചു തന്ന സ്നേഹനിധിയായ നമ്മുടെ പ്രിയപ്പെട്ട വികാരി അച്ഛനെ നമ്മുടെ പ്രമോ വീഡിയോ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി റവറന്റ് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അച്ഛനെ നിറഞ്ഞ മനസ്സോടെ നല്ലൊരു കയ്യടിയോടുകൂടെ പാപ്പ ഫ്രെയിംസിന്റെ പേരിൽ, ഇടവക ജനത്തിന്റെ പേരിൽ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് വികാരിമാരായിട്ടുള്ള റവറന്റ് ഫാദർ മിഥുൻ ചുങ്കത്ത്, റവറന്റ് ഫാദർ ഡേവിഡ് പുലിക്കോട്ടിൽ അവരുടെ നിങ്ങളുടെയൊക്കെ പേരിൽ സ്നേഹാദരവോടെ ഈ ധന്യമായ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പാപ്പ ഫ്രെയിംസിന്റെ കൂടെ എന്നും ഒപ്പം നിന്നിട്ടുള്ള പാവറട്ടി പള്ളിയുടെ കൈക്കാരന്മാർ, നടത്തു കൈക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ജോസി ചേട്ടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജോയ് ആന്റണി ചേട്ടനെ സ്വാഗതം ചെയ്യുകയാണ്. ബാബു ജോർജ് അവരെ സ്വാഗതം ചെയ്യുന്നു. ആന്റണി വർഗീസിനെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിൽവിൻ ഒലക്കെങ്കിൽ അച്ഛൻ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കയ്യടിയോടുകൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതിന് സാക്ഷികളാകാൻ ഇവിടെ എത്തിച്ചേർന്ന പാപ്പ ഫ്രെയിംസിനോടൊപ്പം എന്നും കൂടെ നിന്നിട്ടുള്ള മുഴുവൻ ഇടവക ജനങ്ങളെയും നിറഞ്ഞ മനസ്സോടെ, മാധ്യമ സുഹൃത്തുക്കളെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു. പാപ്പ ഫ്രെയിംസിന്റെ ഒട്ടനവധി പ്രവർത്തകർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതിനോടൊപ്പം സഹകരിച്ച് അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് ഇതൊക്കെ നേടിയെടുക്കുന്നത്. അവരെ ഓരോരുത്തരെയും നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മഞ്ജേത. ഏറ്റവും ഹൃദ്യമായ വാക്കുകളോട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്നത്തെ വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഓരോ വർഷവും നമ്മുടെ ഒരു കാത്തിരിപ്പ് ഇത്രത്തോളം കൂടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം മികച്ച പ്രൊജക്ടുകൾ പാപ്പ ഫ്രെയിംസ് എന്നൊരു ബ്രാൻഡിൽ ഇവിടെ വരുന്നുണ്ടെങ്കിൽ,
തീർച്ചയായിട്ടും അതിന് പിന്നിലെ നേതൃ മികവ് അവർ കൂട്ടായ്മയുടെ വിജയം എടുത്തു പറയാതെ വയ്യ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ 6 പ്രൊജക്ടുകളിലൂടെ 6ാം വർഷം പാപ്പ ഫ്രെയിംസ് ഇത്ര വലിയൊരു വേദിയെ പ്രൗഢഗംഭീരമാക്കി ഇവിടെ ആഘോഷിക്കുമ്പോൾ ഈ വർഷവും തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ വർഷത്തെ തിരുനാൾ പ്രൊമോന്റെ ഒരു പ്രകാശന ദിവസത്തിന്റെ പ്രോഗ്രാം കൺവീനറായിട്ട് അത്രത്തോളം കരുത്തുറ്റൊരു സാരഥ്യത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, പാവറ്റയുടെ ഇടവകയിലെ ഏതൊരു ആഘോഷങ്ങളാണെങ്കിലും സംഘടനാ പ്രവർത്തനങ്ങളാണെങ്കിലും നേതൃസ്ഥാനത്ത് ഇദ്ദേഹത്തെ വർഷങ്ങളായി നമ്മൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, പാപ്പ ഫ്രെയിംസിനെ ഈ വർഷത്തെ 6ാം വരവ് അത്രത്തോളം ആഘോഷപൂർണ്ണമാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കരുത്തുറ്റ ഒരു കൺവീനറുണ്ട്, സാരഥിയുണ്ട്. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ സേവ്യറായിട്ടാണ് സേവ്യർ കൊട്ടിക്കാർ. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസിഡന്റ് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു സമയം സ്നേഹം വിജയിച്ച കൊച്ചന്മാരെ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം 1 മണിക്കൂർ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും എന്നും നിങ്ങൾ ഈ പാവർട്ടി പുണ്യാളിന്റെ കൂടെ പാപ്പ ഫ്രെയിം ഉണ്ടായിരിക്കുമെന്ന് വാക്ക് തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരേ പ്രൊജക്ട് കഴിയുമ്പോൾ അടുത്ത രീതിയിലുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇനി മുതൽ അല്ല ഈ ഒരു വേദി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം അതിന് മുമ്പായിട്ട് നമ്മൾ വില്ലേജിൻ്റെ വാക്കുകളൊക്കെ വ്യക്തമായി ആ ലോഹിക്കുള്ളിൽ നല്ലൊരു കലാകാരനുണ്ട് എന്നുള്ളത് അല്ലേ. അതിനൊപ്പം തന്നെ അച്ഛൻ കൊടുത്തിട്ടുള്ളൊരു അനുവാദം കൂടിയുണ്ട്. കാരണം പാപ്പ ഫ്രെയിംസ് എപ്പോഴും കലാകാരന്മാരുടെ കൂട്ടായ്മയാണ്, ചലച്ചിത്ര മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. ആ സംഘടനയ്ക്ക് എത്രത്തോളം അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യമുണ്ടോ ആ ലക്ഷ്യത്തിനൊത്ത വിധം പ്രവർത്തിക്കാൻ പോകുന്ന 2 കരുത്തുറ്റ കലാകാരന്മാർ കൂടിയാണ് നമ്മുടെ ബഹുമാനായ കൊച്ചന്മാരെന്ന് പറയുന്നതിൽ വേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇതിനോട് തന്നെ ആ വരവ് അവർ അറിയിച്ചിട്ടുണ്ട്. ആ വരവ് അറിയിച്ചതിൻ്റെ പൂർണ്ണത ഇതേ വേദിയിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. കാരണം 2 പേരും അസാധ്യ കലാകാരന്മാരാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഒരു സമയത്ത് നമ്മുടെ അടുത്ത തിരുനാളിൻ്റെ ഇംഗ്ലീഷ് പ്രൊമോ അതിന്റെ ലോഞ്ചിന് വേണ്ടി പ്രകാശത്തിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അത് മിഥുൻ ചുഗർ നിറഞ്ഞ കഴിയോടെ തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ഛൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമ്മൾ വഴിയെ അറിയും അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പോൾ മൈക്കിൽ അച്ഛൻ സംസാരിക്കും. ഇത് കഴിഞ്ഞിട്ടൊരു പ്രകടനം ഉണ്ട്. അപ്പൊ കയ്യിലുണ്ടാവുന്നത് മൈക്കായിരിക്കില്ല, ഒരു നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ് ആയിരിക്കും അല്ലേ. സ്വാഗതം. എന്നോട് മോഹൻ പറഞ്ഞിട്ട് അധികം സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട്, അപ്പം അതുകൊണ്ട് ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശുദ്ധ ഔസേപിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ഈ പ്രമോ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. താങ്ക് യു. തീർച്ചയായിട്ടും ഇനി മുതലല്ലേ മിഥുനച്ഛൻ്റെ പേര് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ പറയുന്ന പേരും വ്യക്തിത്വമായിരിക്കും അവിടെ പ്രിയപ്പെട്ട ടീംസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. നമ്മൾ എത്രത്തോളം ആഘോഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ കൂടിയാണ് ചിറ്റാട്ടുകര അല്ലേ. അപ്പോൾ നമ്മുടെ അയൽപക്കത്ത് നിന്ന് ഏറെക്കുറെ പാവറ്റിക്കാരൻ തന്നെയാണ് പാവറ്റിയുടെ കൊച്ചനായിട്ട് ഇവിടെ എത്തിയെന്ന് പറഞ്ഞാലും അല്ലെ അതിൽ അതിശോക്തിയില്ല എന്നുള്ളതാണ്. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് അച്ഛൻ്റെ വാക്കുകളിലേക്ക്. സ്നേഹമുള്ളവരെ, എന്നോടും പറഞ്ഞിരിക്കുന്നത് അധികം വാക്കുകൾ വേണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. റോഹൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചിറ്റാട്ടുകരക്കാരനാണ്. പാവട്ടി പെരുന്നാൾ കണ്ടിട്ടുണ്ട്, കാണാനായിട്ട് ഒത്തിരി അധികം ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ്. ഞാൻ വെക്കേഷനിലൊക്കെ മുടങ്ങാതെ വന്ന് കണ്ടിരുന്നതും കാണുന്നതുമായ പെരുന്നാളാണ്. അപ്പോൾ ഇന്നേ ദിവസം ഈ വേദിയിലായിരിക്കാൻ സന്തോഷമുണ്ട്. ഒപ്പം ഈ ഒരു പ്രൊമോ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് എന്നെ വിളിച്ചത് അല്ലേ. അപ്പോൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് കൂടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. എന്തായാലും അവർ നമ്മളൊരു ഐക്യം സഹകരണം നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. പറഞ്ഞ കള്ളതാണെങ്കിലും 2 പേരും ഒരേപോലെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം സംസാരിക്കരുന്നു അല്ലേ. സോ തീർച്ചയായിട്ടും ആ സംസാരത്തിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ പ്രകടനം നമുക്ക് വഴിയെ കാണാമെന്നുള്ളതാണ്. ഇനി ഇംഗ്ലീഷ് പ്രൊമോ തീർച്ചയായിട്ടും ഏറ്റവും മഹനീയമായ വ്യക്തിത്വത്തെ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. കാരണം മറ്റാരും കൊണ്ടല്ല, പാപ്പ ഫ്രെയിംസിന്റെ പോയ വർഷങ്ങളിലൊക്കെ ഏതൊരു പ്രൊജക്ട് എടുത്തു നോക്കിയാലും അതിൻ്റെ ഒരു ഫസ്റ്റ് കോളിൽ അതിന് മറുപടി ഉണ്ടായിരിക്കും ഐ വിൽ ബി ദേർ എന്നുള്ളത്. കൃത്യമായിട്ട് ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ഏതൊരു പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ മികച്ചൊരു സപ്പോർട്ടിലൂടെ ഞങ്ങളുടെ ഒരു വെൽ വിഷറായിരുന്ന ഒരു വ്യക്തിത്വം കൂടി ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ തോമസ്. ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം. നിറഞ്ഞ കഴിയോടെ തന്നെ സ്വാഗതം ചെയ്യാം. LSCയുടെ കോർപ്പറേറ്റ് ക്ലബ് മെമ്പറാണ്. അതുപോലെ തന്നെ COT US-ന്റെ പ്രിയപ്പെട്ട അംഗത്വം കൂടിയാണ്. ഏറ്റവും നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് പാപ്പ ഫ്രെയിംസിന്റെ പ്രിയപ്പെട്ട സാന്നിധ്യം, ഞങ്ങളുടെ ഫാമിലി മെമ്പർ കൂടിയാണ്. സ്വാഗതം നമസ്കാരം. സ്നേഹമുള്ളവരെ, പാപ്പ ഫ്രെയിം അവരുടെ 6ാമത്തെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പ്രോഗ്രാമിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. വിശുദ്ധ ഔസേപിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത്
ഈ വർഷത്തെ തിരുനാളിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പാപ്പ ഫ്രെയിമിൻ്റെ പ്രോഗ്രാം ഏറെ മനോഹരമായി തീരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പാവറ്റക്കാരെ സംബന്ധിച്ച് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ഏറ്റവും മനോഹരമാക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ് ഇന്ന് കുറിച്ചിരിക്കുന്നത്. പാപ്പ ഫ്രെയിമിനെ എല്ലാവിധ അനുമോദനങ്ങളും ഈ അവസരത്തിൽ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഈ ഒരു സമയം ജോർജ് തോമസിനൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുചുമ കൂടി തിരുനാളിന്റെ ഇംഗ്ലീഷ് പ്രമോ ലോഞ്ചിങ് ദിവസം നടക്കാണ്. നമ്മുടെ ഹാപ്പിക്കാരനായ സ്വാഗതം ചെയ്യുന്ന സമയം ഒരു മികച്ച നേടി ഒരിക്കൽ കൂടി സോ ഇനി കാത്തിരിപ്പും അല്ലേ, ഇനി കണ്ണുകളും കാതുകളും ഒക്കെ ഇനി ഇതാ നമ്മുടെ LED വാളിലേക്ക് പോവാണ്. യെസ്, സോ here we go. Celebrating 148 blessed years of spiritual service and enlightenment. Thousands of pilgrims are set to witness the feast across 3 days, the 19th, 20th and 21st of April 2024, Holy Land of Saint Joseph at Pavaratti, Thrissur, Kerala. Hours of worship, seeking the blessings of the saint. Dazzling illuminations. Kodu Thorakkal, the long-awaited divine moment on the eve of Tirunal. A gathering of many faithful devotees sharing in the joy. Magnificent fireworks. The ecstasy of Talamela vibes. A variety of memorable art performances. The Attamidam celebration will be held on the 28th of April. Come, witness and feel one of the biggest church festivals in South India at the largest shrine of Saint Joseph. അല്ല, ഇവിടെ നിന്നോട്ട് തിരുനാളിന്റെ ആവേശം ആഘോഷമൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കാൻ പോകുന്നതും മറ്റുള്ളിലേക്കൊക്കെ എത്തുന്നത് ഈ പ്രൊമോയിലൂടെ ആയിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു സമയം ഏറ്റവും സ്നേഹപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട കൈകാരന്മാരുള്ളിണ്ട്. കൈകാരന്മാരെ പ്രതികരിച്ച് നടത്തിപ്പുകാരനായ ജോസ്റ്റിയാണ് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലെ ഏറ്റവും ബഹുമാന്യ വേദികരെ, മറ്റു സുഹൃത്തുക്കളെ, പാപ്പ ഫ്രെയിംസിൻ്റെ സംഘാടകരെ, നാട്ടുകാരെ, കഴിഞ്ഞ 6 വർഷമായി നിരന്തരം പാപ്പ ഫ്രെയിംസിൻ്റെ ഇടപെടലുകൾ, അവരുടെ പ്രൊമോ വീഡിയോകൾ ഈ തിരുനാളിൻ്റെ മാറ്റുകൂട്ടിയിട്ടുണ്ടെന്നതിന് തർക്കമില്ല. വികാരിയച്ഛൻ പറഞ്ഞ പോലെ അവരുടെ എണ്ണം തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ കിടിലൻ 2 പ്രൊമോ വീഡിയോകൾ ചെയ്ത അതിൻ്റെ പിന്നണികൾക്ക് ജെബിൻ ജോസഫ് ആൻഡ് ക്രൂസിനെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ വരുന്ന പാവറട്ടി വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ 148ാം മാധ്യസ്ഥ തിരുനാളിന് എല്ലാ ഇടവക ജനങ്ങളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. താങ്ക് യു.